നമസ്കാരം. വാസ്തു സ്ക്വയർ .com ഏവർക്കും സ്വാഗതം. 2025 എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കഴിഞ്ഞ വർഷം ഞാൻ വാസ്തു സ്ക്വയർ .com കൂടി പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് 2026 എങ്ങനെ ഉണ്ടാകുമെന്നാണ്. പൊതുവെ പറയുകയാണെങ്കിൽ 2025-നേക്കാൾ കുറച്ച് മെച്ചമുണ്ട് 2026-ന്. അവിടെ ഇവിടെയായിട്ട് ചില ദോഷങ്ങളും കാണുന്നുണ്ട്. പൊതുവെ 2026 എന്ന് പറയുന്നത് ന്യൂമറോളജി അനുസരിച്ച് 1, 10, 19, 28 ഈ തീയതികളിൽ ജനിച്ചവർക്കും 4, 13, 22, 31 തീയതികളിൽ ജനിച്ചവർക്കും 7, 16, 25 തീയതിയിൽ ജനിച്ചവർക്കും നല്ല ഗുണമുള്ള ഒരു വർഷമാണ് 2026. ഇവർക്കെല്ലാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാം, പുതിയ ബിസിനസ്സുകൾ തുടങ്ങാം, പൂട്ടിക്കിടക്കുന്നതിനെ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും. ധാരാളം ധനം വന്നു ചേരും. ചെയ്യുന്ന ബിസിനസ് നല്ലപോലെ അടുത്ത വർഷം വിപുലീകരിക്കുവാൻ സാധിക്കും. അതിൽ നിന്നും പടിപ്പടിയായി കയറി പോകാൻ നോക്കിക്കൊള്ളണം. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുവാനുള്ളൊരു അവസരമാണ്. വിവാഹം മുടങ്ങിക്കിടക്കുന്നവരുടെ വിവാഹം നടക്കും. അത് ഈ 40 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിയാതെ അവർക്കും വിവാഹത്തിനുള്ള ഒരു അവസരമാണ്. കേസുകളും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കേസുകൾ തീരാതെ കിടക്കുന്ന കേസുകൾ എല്ലാത്തിനും ഒരു ഒത്തുതീർപ്പ് 2026 വന്നു ചേരും. അപ്പോൾ ഈ പറഞ്ഞ തീയതികൾ ശ്രദ്ധിക്കുക. ഇനി പൊതുവെ ലോകപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതെല്ലാവർക്കും അറിയാം. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ മോശമായിട്ട് തന്നെയായിരിക്കും ഈ വർഷം വരിക. അത്രമാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. ഇനി വ്യവസായ മേഖല വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു വർഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ 2026 വ്യാവസായിക മേഖലകൾക്കും കൃഷി മേഖലകൾക്കും സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും സ്റ്റാർട്ടപ്പിനും SS യൂണിറ്റുകൾക്കെല്ലാം നല്ല ഒരു വർഷമാണ്. പക്ഷേ അത് കൊണ്ടുപോകുവാനുള്ള ആ ജ്ഞാനശക്തി വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് ഏത് കാര്യവും നല്ലൊരു കൺസൾട്ടൻറ്റുമായി ആലോചിച്ച്, ഏതെങ്കിലും ഒരു ബോഡി കോർപ്പറേറ്റുമായി സംസാരിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുക. കാരണം ഈ വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുറച്ച് വർഷത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ സ്വയം എടുക്കാതെ മറ്റുള്ളവരുമായി ആലോചിച്ചിട്ട് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ വ്യവസായങ്ങൾക്കെല്ലാം നല്ലൊരു അവസരമാണ്. ഇനി കൃഷിയും അതേപോലെ അടുത്ത വർഷം ഡെവലപ്പ് ചെയ്യും. എന്നാൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ ചെറിയ കൃഷിക്കാർക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാലമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ മറ്റുള്ള സാംസ്കാരിക രംഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസ്കാരിക രംഗങ്ങളിൽ വളരാൻ പറ്റുന്നവർ ആരൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 1, 4, 7 തീയതിയിൽ ജനിച്ചവർ. അവർക്കെല്ലാം പുതിയ ഒരു വെഞ്ചർ ലഭിക്കും, പുതിയ ഒരു ഓപ്പണിംഗ് ലഭിക്കും. സിനിമ, നാടകം, ഗാനരചന അങ്ങനെയുള്ള മേഖലകളിലെല്ലാം നല്ലപോലെ ഷൈൻ ചെയ്യുവാൻ സാധിക്കും. അവാർഡുകളൊക്കെ ലഭിക്കാം. പിന്നെ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, യുദ്ധം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് പലരും. തീർച്ചയായിട്ടും 3-4 യുദ്ധം അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷിക്കാം. ധാരാളം നാശനഷ്ടങ്ങളാണ് ലോകത്ത് വരാൻ പോകുന്നത്. തീ പല സ്ഥലങ്ങളിലും, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകം മുഴുവനും പല സ്ഥലങ്ങളിലും ഫയർ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, നേരത്തെ പറയുകയാണ്. പിന്നെ വരുന്നത് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അടുത്ത വർഷം ഭയങ്കരമായി കൂടും. കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ, കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്നവനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം നമ്മുടെ ഇടയിൽ വന്നു ചേരാൻ അത് കാരണം ഒരുപാട് ദോഷങ്ങൾ നമുക്ക് പൊതുവെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് മതസൗഹാർദ്ദ നില കുറച്ച് വഷളാകും, പ്രശ്നങ്ങളാകും. അത് സൂക്ഷിച്ച് നാം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഏത് പാർട്ടി ആയിരുന്നാലും ഏത് മത സംഘടനകളായിരുന്നാലും വളരെ കാര്യത്തോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകും. അതിനുള്ള അവസ്ഥകളൊക്കെ ഞാൻ കാണുകയാണ്. പിന്നെ വരുന്നത്
പലർക്കും ജോലി ലഭിക്കുമോ? ജോലി ലഭിക്കും. പക്ഷേ ഈ ഡേറ്റുകളിൽ ജനിച്ചവർക്കാണ് കൂടുതൽ ജോലി ലഭിക്കുക. ബാക്കിയുള്ളവർക്ക് ജോലി കിട്ടുകയില്ല എന്നൊന്നും പറയുന്നില്ല, കിട്ടും. കുട്ടികളുടെ എണ്ണം അടുത്ത വർഷം വളരെ കുറയും. അതായത് പ്രസവം വളരെ കുറയും എന്നർത്ഥം. കുട്ടികളുടെ എണ്ണം വളരെ കുറയും. വിദ്യാഭ്യാസ മേഖല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും എത്തുകയില്ല. നമ്മളിപ്പോഴും വർഷങ്ങൾക്ക് പിറകിലാണ് ഈ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നത്. എന്നിരുന്നാലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയൊരു മാന്യത അടുത്ത വർഷവും ഉണ്ടാകും. പക്ഷെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അധികൃതരാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വരുന്നത് കാലാവസ്ഥയെ പറ്റി പറഞ്ഞു. നല്ല ചൂടുണ്ടായിരിക്കും, നല്ല തണുപ്പുണ്ടായിരിക്കും, വെള്ളപ്പൊക്കം ഉണ്ടാകും, നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, യുദ്ധവും ഉണ്ടാകും, തീയും ഉണ്ടാകും. ഇതൊക്കെയാണ് അടുത്ത വർഷം നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഉടമ്പടികളൊക്കെ എഴുതുമെങ്കിലും ആ ഉടമ്പടികളെല്ലാം ലംഘിച്ച് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. ഉടമ്പടികളും ഇതൊക്കെ നമ്മൾ എങ്ങനെ അത് കാര്യക്ഷമമാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ചിന്തയിലിരിക്കുന്നു. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. പുതിയ തൊഴിലവസരങ്ങൾ പലരും പറയും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാം എന്നൊക്കെ പറയുമെങ്കിലും അടുത്ത വർഷം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ ജോലി സാധ്യത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വളരെ പ്രയാസമാണ് എന്നുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സസൊക്കെ നമുക്ക് ആവശ്യം പോലുണ്ടെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. എക്സ്പോർട്ട് അടുത്ത വർഷം നമുക്ക് വിചാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എക്സ്പോർട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ഇമ്പോർട്ടും കുറയ്ക്കുവാൻ സാധിക്കും. അത്യാവശ്യത്തിന് മാത്രമേ സ്വയം പര്യാപ്തത ഇന്ത്യയിൽ ആ വ്യാവസായിക മേഖല വളർന്നു നിൽക്കുന്നതോട് നമുക്ക് നേടുവാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ വരുന്നത് സ്വർണത്തിൻ്റെ വില ഒരു ജൂൺ ജൂലൈ ആകുന്ന സമയത്ത് 1,50,000 എത്തുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിനി ഓൾട്ടർനേറ്റീവായിട്ട് മറ്റു പല ലോഹങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി സ്ത്രീകളിൽ വിവാഹം സാധ്യത ഞാൻ പറഞ്ഞ നമ്പറിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം വളരെ കുറവാണ്. അടുത്ത വർഷം അങ്ങനെ എല്ലാവർക്കും പെട്ടെന്നൊന്നും വിവാഹം നടക്കണമെന്നില്ല. 1, 4, 7 ആ തീയതിയിൽ ജനിച്ചവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി കിട്ടുകയാണ്. മെഡിക്കൽ രംഗം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഉയർച്ച നമ്മുടെ കയ്യിലുണ്ടാകില്ല. കാരണം അതിനുള്ള ഒരു നോളജുള്ള ആൾക്കാർ വളരെ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ പുതിയ തലമുറ അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി പരിചയസമ്പന്നരായി വരുമ്പോൾ കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് നമ്മുടെ പുറത്തോട്ടുള്ള പോക്ക്, ആ ഒഴുക്ക് തടയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിവിടെ പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സാകുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ നിർബന്ധമായിട്ട് ഇവിടെ പിടിച്ചിരുത്തി അവർക്ക് ജോലി കൊടുത്ത് അവർക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ ആ മെഡിക്കൽ മേഖല താറുമാറായി പോകുമെന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2026 കുറിച്ച് പറയുവാനുള്ളത്. എല്ലാവരും കേൾക്കുക, ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2026.